ലക്ഷം രൂപ വരെ വായ്പ കിട്ടുന്ന സ്കീമുകളുണ്ട്. അങ്ങനെ ധാരാളം പദ്ധതികളും പരിപാടികളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് മുഴുവനൊന്ന് വിശദീകരിച്ചൊക്കെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ദിവസത്തെങ്കിലും ഫുൾ ഡേ ക്ലാസ് ഉണ്ടെന്ന രീതിയിൽ മാത്രമേ നമുക്ക് അത്ര വിശദമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് സാധിക്കത്തുള്ളൂ. അത് ഇതിൽ വെച്ചാണ് അതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കേൾക്കാത്തല്ലേ? വളരെ ഒച്ച കുറച്ച് പറഞ്ഞാൽ മതി അല്ലേ? ഞാൻ ഈ സൈഡിൽ നിൽക്കുന്നുള്ളൂ, കുഴപ്പമില്ല. നമ്മുടെ കേബിളിന് നീളം കുറവായതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ നിൽക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ധാരാളം പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് തേനീച്ച കൃഷിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്, അപ്പം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്, പരാഗണത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പരപരാഗണം, സ്വപരാഗണം. പരപരാഗണത്തിൽ 80% നടക്കുന്നത് ഷഡ്പദങ്ങളാണെന്നും അവയുടെ മുഖ്യ പങ്ക് വഹിക്കുന്നത് തേനീച്ചകളാണെന്നുള്ളതുമാണ് വസ്തുത. അപ്പോൾ നമ്മൾ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറി വിളകളിലൊക്കെ 20% മുതൽ 45 പച്ചക്കറി വിളകൾ, തെങ്ങ്, കവുങ്ങ്, ഇതിലൊക്കെ 20% മുതൽ 45% വരെ തേനീച്ചകളെ വെച്ച് വളർത്തി കഴിഞ്ഞാൽ വിളവ് വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. കാപ്പിയിൽ അത് 83%. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല, കാർഷിക സർവകലാശാലയുടെ പഠന റിപ്പോർട്ട് പ്രകാരം പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കാപ്പിയിൽ അത് 83%. സാധാരണ പച്ചക്കറികളിൽ തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ വിളകളിലൊക്കെ 20 മുതൽ 45% വരെ വിളവ് വർധനവും നമുക്ക് ലഭിക്കും. തെങ്ങിലാണെങ്കിൽ ഒരു 3 വർഷക്കാലം നമ്മൾ തേനീച്ച വെച്ച് പരിപാലിച്ച് സ്ഥിരമായ ഒരു 3 വർഷക്കാലം തേനീച്ച ഉപയോഗിക്കുന്നത് തെങ്ങിന് മണ്ണിന് പോലും വരികയില്ല എന്നുള്ളതാണ് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള വസ്തുത. അങ്ങനെയുള്ള ഈ പരാഗണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, അതായത് ശരിക്കും പരാഗണം നടക്കണമെങ്കിൽ ഒരു 7 തേനീച്ചകളെങ്കിലും അല്ലെങ്കിൽ 7 ഷഡ്പദമെങ്കിലും ഒരു പൂവിൽ കയറി ഇറങ്ങി പരാഗണം നടന്നെങ്കിൽ മാത്രമേ നല്ല കരുത്തുള്ള അല്ലെങ്കിൽ നല്ല പുഷ്ടിയുള്ള വിത്തും ഫലവും ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏലം കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏലത്തിൽ പരാഗണം നടത്തുന്നത് തേനീച്ചകൾ മാത്രമാണ്. എല്ലാ തരം തേനീച്ചകളും ഏലത്തിൽ പരാഗണം നടത്തും. ഏലത്തിൽ പരാഗണം നടത്തണമെങ്കിൽ തേനീച്ചകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏലത്തിൽ കായ് ഉണ്ടാകുള്ളൂ. അതുപോലെ ഒട്ടനവധി സസ്യങ്ങളും നമ്മൾ കൃഷി ചെയ്യുന്ന പല സംഗതികളുമുണ്ട്. ഇപ്പം പല സ്ഥലത്തും ഇപ്പം മത്തൻ കൃഷി ചെയ്യുന്നതിനകത്ത് പലയിടത്തും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പരാഗണം ചെയ്ത് കൊടുക്കുക, കൈകൊണ്ട് പരാഗണം ചെയ്ത് കൊടുക്കുന്ന രീതിയിലേക്ക് മാറി. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ പൊതുവെ നമ്മുടെ തെക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഈ കീടനാശിനികളുടെ ഉപയോഗം വല്ലാതെ വർദ്ധിച്ചതുകൊണ്ട് തേനീച്ചകൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പലതും നാശത്തിൻ്റെ വക്കിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹോർട്ടികോർപ്പാണ് തേനീച്ച വളർത്തലിൻ്റെ നോഡൽ ഏജൻസി ആയിട്ട് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഒത്തിരി ഞാൻ കടക്കുന്നില്ല, കാരണം സമയം വൈകിയതുകൊണ്ട് തേനീച്ച എന്ന വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഫണ്ട് ഹോർട്ടികോർപ്പ് ലഭിക്കുകയും ഹോർട്ടികോർപ്പ് അതിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 10 ബി ബ്രീഡർമാരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ മുഖേന 3 ദിവസത്തെ ട്രെയിനിങ് നമുക്ക് ഫ്രീ ആയിട്ട് തരും. അത് കിട്ടണമെങ്കിൽ നമ്മളൊരു 50 കർഷകരെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും സഹിതം നമ്മുടെ കൃഷി ഓഫീസറെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ ADIനെയോ ഏൽപ്പിച്ച് അവരോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമുക്കിങ്ങനെ ട്രെയിനിങ്ങിന് വേണ്ടി ശുപാർശ ചെയ്ത് ഹോർട്ടികോർപ്പിലേക്ക് ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ അവരുടെ ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് അവർ നമുക്ക് 3 ദിവസത്തെ ട്രെയിനിങ് തരും. 2 ദിവസം തിയറി പഠിപ്പിക്കും, 3ാമത്തെ ദിവസം പ്രാക്ടിക്കൽ അടക്കമുള്ള ട്രെയിനിങ്ങാണ് നമുക്ക് തരിക. അതിൽ നമുക്ക് ഫുഡ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ചെയ്തു തരും. നമ്മൾ വേദിയിൽ വന്നിരുന്നാൽ മാത്രം മതി. അങ്ങനെ നമുക്ക് ട്രെയിനിങ് തന്നു കഴിഞ്ഞ് 40%, കഴിഞ്ഞ വർഷത്തെ റേറ്റാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ വർഷം ഫണ്ട് കുറവായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വർഷം ഫണ്ട് എങ്ങനെയാണ്, സബ്സിഡി